1984 ഒരു പുസ്തകം എഴുതിയതാണ്. 54 സർവ് ചെയ്തത്. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നതിന് കുഴപ്പമില്ല, അറിയാതെ പറഞ്ഞു. His name was Frank Goodman. ഫ്യൂച്ചർ ക്രൈം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അന്ന് ഇയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. ഈ വാസ് എ കോപ്പ്. LAPD ജോലി ചെയ്തിരുന്ന ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ റിലവൻസ് അന്ന് വായിച്ച് ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. We were actually trained in this book. We were given a proper kind of training as to what the future crime would be. അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിൽ നാളെ സംഭവിക്കാൻ പോകും, നാളത്തെ മേർഡർ എങ്ങനെയായിരിക്കും. ഇനി മിക്കവാറും 2030 കഴിഞ്ഞാൽ റോഡിൽ കത്തിയും കൊണ്ട് നിൽക്കുന്ന ഒരാളിനെ ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ആരെങ്കിലും കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊല്ലണമെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ കയറിയിരിക്കുന്ന കാറിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് എന്റെ ബ്രേക്ക് ജാം ചെയ്താൽ മാത്രം മതി. ഇറ്റ്സ് സോ ഈസി. വളരെ എളുപ്പമാണ്. ലോകത്ത് ആദ്യത്തെ സൈബർ മേർഡർ എന്ന് പറഞ്ഞ റെക്കോർഡിലുള്ളത് ന്യൂയോർക്ക് മാൻഹാറ്റനിൽ നടന്നൊരു സംഭവമാണ്. 2 ഗ്യാങ്സ് തമ്മിൽ, ക്രിമിനൽ ഗ്യാങ്സ് തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് നേരിട്ട് യുദ്ധം ചെയ്ത് പരസ്പരം വെടിവെച്ച് മരിക്കാൻ താല്പര്യമില്ല. കാരണം എല്ലാവരും കാഷ്വാലിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് മൈറ്റ് ബി വെരി ഹെവി. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? ഒരു ഗ്യാങ് ലീഡറെ കൊല്ലാൻ തീരുമാനിച്ചു. എങ്ങനെ കൊല്ലുമെന്ന് അവർ ആലോചിച്ചു. അതിനും കാരണഭൂതനായത് നമ്മുടെ ഇന്ത്യക്കാരനായ സർദാർ ജയർദ. ഹി വാസ് എ സൈബർ എക്സ്പെർട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് തോക്കിട്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഗ്യാങ് ലീഡർ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പൊട്ടാഷ്യം ഹൈ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് പൊട്ടാഷ്യം ഇല്ലാത്ത ഡ്രഗ്സ് ആണ് അദ്ദേഹത്തിന്റെ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മരുന്നുകൾ അവിടുത്തെ ആ ഹോസ്പിറ്റൽ രീതി എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരം ഡോക്ടർ വീട്ടിൽ പോകുമ്പോൾ ഇത് മുഴുവൻ സിസ്റ്റത്തിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടേ രാവിലെ വരുന്ന പാരാമെഡിക് ഇതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഫാർമസിയിൽ കൊടുക്കും. ഫാർമസിയിൽ നേരെ പുറയ്ക്കകത്തേക്ക് മരുന്ന് ചെല്ലും. രാത്രി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പോയതിനു ശേഷം നമ്മൾ ഇന്ത്യക്കാരനായ സുഹൃത്തിനെ നിർത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് സിസ്റ്റം ഹാക്ക് ചെയ്ത് കയറിയിട്ട് പൊട്ടാഷ്യം ന്യൂട്രൽ ആയിരുന്ന ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറെ കൊണ്ട് എഴുതിയിരുന്ന സാധനം മുഴുവൻ മാറ്റിയിട്ട് ഹൈ പൊട്ടാഷ്യം കണ്ടന്റുള്ള മരുന്നുകൾ കൊടുക്കുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് അയാൾ മരിച്ചു കിടക്കുകയും ചെയ്തു. എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ അത്രയും വളർന്നിട്ടില്ല എന്നാൽ ഇപ്പോഴും ഞങ്ങൾ ആൾക്കാർ കത്തി എടുത്തുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ സൈബർ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് ടു ബി ഡിഫറെന്റ്. നമ്മൾ ഇന്നലെ വരെ കണ്ടുപിടിച്ച രീതിയിലുള്ള കുറ്റകൃത്യങ്ങളല്ല ഇപ്പം നടക്കുന്നത്. ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം